ഹലോ എവ്രി വൺ, ഗുഡ് ഈവനിങ്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അണിമ മിസ് ആണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. നമുക്ക് LSS എക്സാമിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അല്ലെ. ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ സബ്ജക്റ്റുകളും നിങ്ങളുടെ സ്കൂളിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ പഠിക്കുന്നുണ്ടാവും. പക്ഷേ GKയുടെ കാര്യത്തിൽ കുറച്ചൊരു പ്രശ്നമാണ് അല്ലെ. കാരണം GK നമ്മൾ അധികം ഒന്നും പഠിക്കാറില്ല. അപ്പൊ ഈ GK എങ്ങനെ നമ്മൾ കവർ ചെയ്യും? വിഷമിക്കേണ്ട, അതിനാണ് ഇപ്പൊ അരുണിമ മിസ് വന്നിരിക്കുന്നത്. GKയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ GK എന്ന് പറയുന്ന സബ്ജക്ട് നിങ്ങൾക്ക് അറിയാലോ. സൂര്യന് കീഴിലുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും നമുക്ക് GKയിൽ പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പൊ ഇത്രയും വലിയൊരു ടോപ്പിക്കിൽ നമ്മൾ എങ്ങനെയാ പഠിക്കുക? അപ്പൊ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ആനുകാലിക എന്ന് പറയും. അതായത് ഈ അടുത്ത കാലത്ത് വളരെയധികം വാർത്താ പ്രാധാന്യമുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അത്തരം കാര്യങ്ങളായിരിക്കും നമ്മളെടുത്ത് കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതേപോലെ തന്നെ നിങ്ങളുടെ പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചും കൂടെ ഉയർന്ന നിലവാരത്തിലുള്ള ചോദ്യങ്ങളില്ലേ, അതും നിങ്ങൾക്ക് GKയിൽ പ്രതീക്ഷിക്കാം. അപ്പൊ ടീച്ചർ ഒരു മോഡൽ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്: വാട്ട് ഈസ് ഇന്ത്യസ് പ്ലാൻ ടു പുട്ട് ഹ്യൂമൻസ് ഇൻ സ്പേസ്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ഇന്ത്യ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അപ്പൊ ഇന്ത്യയുടെ ബഹിരാകാശ പദ്ധതികൾ ഏറ്റവും നമ്മുടെ ക്വസ്റ്റ്യൻ ഇടുന്ന ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ കേന്ദ്രങ്ങളെ കുറിച്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഒന്ന് എന്ത് ചെയ്യുക, അറിഞ്ഞു വെക്കുക. ഈ അടുത്താണ് ISROയിൽ നിന്ന് 100ാമത്തെ ഉപഗ്രഹം കുതിച്ചു പൊന്തിയത്. അപ്പൊ ഏതാണ് ആ ഉപഗ്രഹം എന്നും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഉത്തരം നമുക്ക് നോക്കാലോ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ഇന്ത്യ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണെന്നറിയാമോ? അതിന്റെ പേരാണ് ഗഗൻയാൻ മിഷൻ. എന്താണ്? ഗഗൻയാൻ. അപ്പൊ ഗഗൻയാൻ പഠിക്കുമ്പോൾ തന്നെ മനുഷ്യനെ ചൊവ്വയിലേക്ക് അയക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യ നടത്തുന്ന പദ്ധതി ഏതാ? അത് മംഗൾയാനാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സൂര്യനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ അയച്ച നമ്മുടെ ആ ഒരു ദൗത്യത്തിന്റെ പേരെന്താണ്? അതിന്റെ പേര് ആദിത്യ എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു സൂര്യനെ കുറിച്ച് പഠിച്ചു, ചൊവ്വയെ കുറിച്ച് പഠിച്ചു, അതേപോലെ ബഹിരാകാശത്തെ കുറിച്ച് പഠിച്ചു. അപ്പൊ ഈ ഗവേഷണങ്ങളൊക്കെ നടത്തുന്ന ഇന്ത്യയുടെ ഏജൻസിയുടെ പേരെന്താന്ന് അറിയാമോ? ISRO എന്നാണ് അല്ലെ. എന്താ ഈ ISROയുടെ പൂർണ്ണരൂപം? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അപ്പൊ ദാ ഒരു ക്വസ്റ്റ്യൻ കൂടെ പിടിച്ചോളൂ. ISROയുടെ തലവനായിട്ട് മാറിയ മലയാളി ആരാണ്? ഉത്തരം എന്താണ്? ഇതോ നോക്കിക്കേ, V നാരായണൻ. ഈ അടുത്ത് പത്രമാധ്യമങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു വാർത്തയാണ്. ISROയുടെ പുതിയ തലവൻ. എന്താ അദ്ദേഹത്തിന്റെ പേര്? അദ്ദേഹത്തിന്റെ പേരാണ് V നാരായണൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ദേശീയ പതാകയുടെ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? അപ്പൊ ഇന്ത്യയുടെ പതാകയെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. ആരായിരുന്നു ഇന്ത്യൻ പതാക ഡിസൈൻ ചെയ്തത്? അദ്ദേഹത്തിന്റെ പേരാണ് പിംഗലി വെങ്കയ്യ. അപ്പൊ നമുക്കറിയാലേ, മുകളിൽ കുങ്കുമ നിറമുണ്ട്, മധ്യഭാഗത്തായിട്ട് വെളുപ്പ് നിറമാണ്. ആ വെളുപ്പ് നിറത്തില് അശോക ചക്രമുണ്ട് അല്ലെ. ആ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകളുണ്ട് എന്നാണ് ചോദ്യം. എത്രയാണ് മക്കളെ? എത്രയാണ്? 24 ആരക്കാലുകളാണ് ഉള്ളത്. എത്ര ആരക്കാലുകളാണ് ഉള്ളത്? തെറ്റിപ്പോവരുത്. 24 ആരക്കാലുകളാണ് ഉള്ളത്. യെസ്. അപ്പൊ ഇത്തരം ചോദ്യങ്ങൾ ഓർത്ത് വെക്കണേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണേ. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഹാപ്പൻഡ് ഇൻ. കാരണം നമ്മൾ എല്ലാവരും അല്ലെ സ്വാതന്ത്ര്യത്തിലേക്ക് എന്നുള്ള ഒരു പാഠഭാഗം പഠിക്കുന്നുണ്ട്. അപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മൾ ഗാന്ധിജി വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. പക്ഷെ ഇന്ത്യയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അപ്പോഴാണോ തുടങ്ങിയത്? അല്ല അല്ലെ. അപ്പൊ ഗാന്ധിജി വരുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നേ തന്നെ ഇവിടെ ബ്രിട്ടീഷുകാരുണ്ട്. ബ്രിട്ടീഷുകാരുമായിട്ട് ഇന്ത്യക്കാര് കലാപങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആദ്യമായിട്ടൊരു സംഘടിത സമരം നടന്ന വർഷമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ തന്നെയാണ് ശിപ്പായി ലഹള എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കലാപം നടന്ന വർഷം എപ്പോഴാണ് എന്നുള്ളതാണ് ഉത്തരം. എപ്പോഴാന്ന് നോക്കിക്കേ, 1857 ക്ലിയർ ആണോ? യെസ്. അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് GKക്ക് പൊതുവെ നമ്മളെടുത്ത് ചോദിക്കുക. അപ്പൊ നിങ്ങൾ എല്ലാവരും അല്ലെ ഇതിനു വേണ്ടി തയ്യാറായി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പൊ എൻ്റെ കൂട്ടുകാർ എന്ത് ചെയ്യണം? നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കണം. അതോടൊപ്പം തന്നെ പത്രം വായിക്കുന്നതും ശീലമാക്കണം. ഇപ്പോൾ അല്ലെങ്കിലും നിങ്ങൾക്ക് ഭാവിയിലും ആ ശീലം വളരെയധികം ഉപകാരപ്പെടും. പത്രം വെറുതെ വായിച്ചാൽ മാത്രം പോരാ, പ്രധാനപ്പെട്ട പോയിന്റുകൾ എഴുതിയെടുക്കുക കൂടെ വേണം. ഓക്കെ, യെസ്. അപ്പോൾ എല്ലാവരും
എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ടീച്ചർ ഇതാ ഇന്നത്തെ പത്രത്തിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പറയാം. പക്ഷെ അതിന് ഉത്തരം മക്കളാണ് കണ്ടുപിടിക്കേണ്ടത്. ക്വസ്റ്റ്യൻ ഇതാണ്: ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം നേടിയിട്ടുണ്ട് ഇന്ത്യ ഇപ്പൊ വനിതാ ലോകകപ്പില്. അപ്പോ അതില് ഒരു മലയാളി അംഗമാണ്. അപ്പൊ ആദ്യമായിട്ട് ലോകകപ്പ് കിട്ടുന്ന മലയാളി വനിത കൂടിയാണ്. ആരാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ടീച്ചർക്ക് പറയാനുള്ളത്. അപ്പൊ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. Until then, bye bye, see you.